യുനോ പ്രിയ, ഞാൻ നിന്നെ വാൺ ചെയ്യാ. നിനക്ക് കിട്ടാൻ പോകുന്നത് ചെറുതൊന്നും ആയിരിക്കില്ല. ഇനി മുതലെങ്കിലും അഭിയുമായി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ നിനക്ക് നല്ലത്. കാരണം ഞാൻ അഭിയുടെ ലൈഫിൽ മാത്രമല്ല, അവന്റെ നാവിൽ നിന്ന് പോലും നിന്റെ പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ പുറത്തിറങ്ങുന്നില്ലേ പ്രിയ? ബേലോണെ, നോക്ക്, നീ വെറുതെ അപ്സെറ്റ് ഒന്നും ആവണ്ട. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നീ അപ്സെറ്റ് ആയി കഴിഞ്ഞാൽ എനിക്കും വല്ലാതെ ഫീൽ ചെയ്യും. അതുകൊണ്ടാ തന്നെ പറഞ്ഞു ഒന്ന് നീ സീരിയസ് ആയിട്ട് എടുക്കണ്ട. അവളുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? അവൾ പറഞ്ഞതിനെല്ലാം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. എന്നോട് ക്ഷമിക്കുക. നോക്കൂ, എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട. ഇറ്റ്സ് ഓക്കെ. എങ്കിൽ ശരി, ഒരു കാര്യം ചെയ്യും, എനിക്കൊരു ജെനുവിൻ സ്മൈൽ താ. ഞാൻ ആരോടാ സംസാരിക്കാൻ വന്നത്? എന്നിട്ട് ആരോടാ സംസാരിച്ചേ? എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ ഇപ്പൊ. വരൂ, അച്ഛമ്മയുടെ കുറവേ ഇനി ഉണ്ടായിരുന്നല്ലോ. നീ ഉണ്ടല്ലോ ഒരക്ഷരം എന്നോട് മിണ്ടി പോയിരുന്നു. നീ എന്തിനാ അഭിയുടെ മുറിയിൽ കിടന്ന് നിലവിളിച്ചത്? നിന്റെ ശബ്ദം താഴെ വരെ കേൾക്കായിരുന്നു. ഞാൻ എപ്പോഴാ നിലവിളിച്ചത്? പിന്നെ ഇത്ര ഉറക്കെ ആരോടാ സംസാരിച്ചിരുന്നത്? നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയയോട്. പ്രിയയോടോ? എവിടെയാ പ്രിയ? ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ലെന്നോ? അവള് ബെഡ്റൂമിൽ നിന്ന് ബാത്റൂം വരെ എത്തിയത് കൊണ്ടാണ് ഞാൻ ഉറക്കെ സംസാരിച്ചത്. ബാത്റൂമിൽ അഭിയാണ്. അഭി സത്യം കടല നീ ചിരിക്കുമല്ലേ? That's more like it. That's like my best friend. നീ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലേ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കാവൂ. എപ്പോഴും നീ ഹാപ്പി ആയിരിക്കണം. പിന്നെ നിന്നെ ചിരിപ്പിക്കാൻ എൻ്റെ കയ്യിൽ വേറെയും വഴികളുണ്ട്. ഞാൻ കുട്ടിക്കാലം മുതലേ ഒരുപാട് കോമഡികൾ പറയുന്ന ആളാ. അത് കേട്ടാലുണ്ടല്ലോ നീ ചിരിച്ച് ചിരിച്ച് ചാവും. അതുകൊണ്ടാ ഞാൻ കുറച്ച് വിട്ടു നിൽക്കുന്നത്. ശരി, ഇപ്രാവശ്യം സത്യമുള്ളത് കൊണ്ട് കോമഡിയുടെ ആവശ്യം വന്നില്ല. നിങ്ങൾ എന്നെ ഇത്രത്തോളം കെയർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഈ വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞേനെ. ഇനിയുള്ള 6 ദിവസം എന്ത് ചെയ്യുമെന്നറിയില്ല. പക്ഷെ തനുവുമായുള്ള വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. അബിയുടെ റൂമിലെ ബാത്റൂമിലും അബി ഉണ്ടാകാമല്ലോ. പക്ഷെ അവിടെ അബിയില്ല, പ്രിയുണ്ട്. നിനക്കില്ലേ ശരിക്കും ഭ്രാന്ത. ബാത്റൂമിൽ പ്രിയയല്ല അഭിയാണുള്ളത്. ഞാനിപ്പോ അവനോട് സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ. റൈറ്റ്, കുറച്ചു മുൻപല്ലേ നിങ്ങൾ സംസാരിച്ചേ? ഞാൻ ജസ്റ്റ് 1 മിനിറ്റ് മുമ്പാ സംസാരിച്ചേ. അവിടെ അബിയില്ല, പ്രിയ ഉള്ളത്. അത് ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ അവനോട് സംസാരിച്ചിട്ട് പറഞ്ഞു തരാം അകത്താരാന്ന്. എനിക്കും അത് അറിയേണ്ടത്. വരൂ. അബി, കുളിച്ചു കഴിഞ്ഞോ മോനെ? ആ കഴിഞ്ഞു വെച്ചമ്മേ. പിന്നെ കുറച്ച് ഫിനിഷിംഗ് ടച്ചപ്പ് ഉണ്ട്. ഞാൻ ഇപ്പോൾ പുറത്തു വരും. നോക്ക്, ഇപ്പോ ഞാൻ പുറത്തു പോവാം. 2 മിനിറ്റ് കഴിഞ്ഞ് നീ പുറത്തു വന്നാൽ മതി. നേരത്തെ കയറി വരില്ലേ? ഓക്കെ. പ്രിയ, നീ അകത്തുണ്ടോ? അച്ചമ്മ പോയിട്ട് ഇവള് കയറി വന്നാ തോന്നുന്നത്. എന്തെങ്കിലും പറഞ്ഞു വിടാൻ നോക്ക്. നീ പോ. അകത്തുണ്ട് ഞാൻ. How could you, അബി? നീ എന്താ പ്രിയയുടെ ഒപ്പം ബാത്റൂമില്? ഞാൻ നിന്നോട് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? രണ്ടുപേരും ഒരുമിച്ചാണല്ലോ. അബി, നീ ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങ. അബി, നീ പുറത്തേക്ക് വരൂ, ഞാൻ അകത്തേക്ക് വരണോ? സത്യം എന്താ അബി?
ഇവൾക്കിപ്പോ എന്താകത്ത് ചെയ്തുകൊണ്ടിരുന്നേ? അതും ഈ വേഷത്തില്. നോക്ക് അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ? അതോ നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെയാണ് നടക്കുന്നത്? അബി, എന്താ ഇത്? ഇവൾ നിന്റെ ബാത്റൂമിൽ എന്ത് ചെയ്യായിരുന്നു? അച്ഛമ്മേ, അത് എന്നോട് ചോദിച്ചാ അച്ഛമ്മയ്ക്ക് ഇതെല്ലാം അറിയാവുന്നതല്ലേ? അച്ഛമ്മയല്ലേ ഇവിടെ അകത്തേക്ക് പറഞ്ഞയച്ചത്? എന്താ? നിങ്ങളാണോ ഇവിടെ അയച്ചത്? ഇല്ല, ഞാനിവളെ ഡ്രസ് എടുക്കാൻ പറഞ്ഞയച്ചതാ. നീ അകത്തെന്ത് ചെയ്യായിരുന്നു? അച്ഛമ്മ, ഞാൻ ബാത്റൂമിനകത്ത് എന്ത് ചെയ്യാനാ? ഇത് എന്റെ ബാത്റൂമല്ലേ, ഞാൻ അകത്ത് കുളിക്കായിരുന്നു അച്ഛമ്മേ. ഇവൾക്കൊപ്പം കുളിക്കായിരുന്നോ? ഞാൻ ഒറ്റയ്ക്കാ കുളിച്ചത്. അപ്പൊ ഇവൾ നിനക്ക് സോപ്പ് തരാൻ വന്നായിരിക്കും, റൈറ്റ്? നീ പറയുന്ന പോലെയൊന്നും അല്ല. ഇവള് സ്ലിപ്പ് ചെയ്ത് വീഴാൻ പോയി. അപ്പോൾ ഇവള് തറയിൽ വീഴാതെ ഞാനൊന്ന് പിടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല തന്നെ. ഇവള് വീഴാൻ പോയി, നീ ഇവളെ രക്ഷിച്ചു. ആ, പക്ഷേ നീ അവളെ എങ്ങനെയാ രക്ഷിച്ചത്? എന്താണെന്ന് പറയൂ. ഞാനത് പറയാം. ഇവള് ഇങ്ങനെ നടന്നു വരികയായിരുന്നേ. പെട്ടെന്ന് ഇവള് വഴുതി വീണു. ഞാൻ ദേ ഇങ്ങനെ കയറി അങ്ങ് പിടിച്ചു. ഇങ്ങനെയാ ഞാനിവളെ രക്ഷിച്ചത്. ആ ശരിയാ, ആ ഫേമസ് ഷാരൂഖ് ഖാന്റെയും കജോളിന്റെയും പോസ് അല്ലേ? ആ, ഇങ്ങനെ. Shut up, അബി. ഞാൻ നിന്നോട് എന്താ ചോദിച്ചത്? നീ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ ചോദിച്ചത് നീ അകത്ത് ഇവൾക്കൊപ്പം എന്ത് ചെയ്യായിരുന്നെന്നാ. ഞാൻ പ്രിയോട് സംസാരിച്ചപ്പോ നീ എന്താ ഇവൾക്കൊപ്പം അകത്താന്ന് പറയാതിരുന്നത്? അച്ഛമ്മ നിന്നോട് സംസാരിച്ചപ്പോ നീ എന്താ ഇവള് നിന്റെ ഒപ്പം ഉണ്ടെന്ന് പറയാതിരുന്നത്? അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്തോ ഒളിപ്പിക്കായിരുന്നു, റൈറ്റ്? ഷെയിം ഓൺ യു അബി, ഷെയിം ഓൺ യു. സത്യം നിന്റെ മുന്നിൽ തന്നെയുണ്ട്. ഞാൻ ഇവിടെ വന്ന് നിന്നെ കൊണ്ട് ഷെർവാണി ട്രൈ ചെയ്യിക്കാന്, നമ്മുടെ കല്യാണത്തിന് വേണ്ടി. എന്നിട്ട് നീ എന്റെ മൂഡ് മൊത്തം കളഞ്ഞു. അതിനർത്ഥം കല്യാണം ക്യാൻസൽ ആയോ? കല്യാണം ക്യാൻസൽ ആവോ? ഒരിക്കലുമില്ല. ഞാൻ താഴേക്ക് പോന്നു. നീ ഈ ഷെർവാണി ഇട്ടതിന് ശേഷം താഴേക്ക് വരണം. ഷെയിം ഓൺ യു അബി, ഷെയിം ഓൺ യു. ഐ ആം സോ സോറി അച്ഛമ്മേ. നീ ചെയ്തത് വലിയ തെറ്റാ. ആ, എനിക്കത് ഒട്ടും ഇഷ്ടായില്ല. അച്ഛമ്മ, അത് മാം അബി സാർ ഷെർവാണി ട്രൈ ചെയ്ത് നോക്കിയോ? അബി സർ ബാത്റൂമിൽ ടവൽ ട്രൈ ചെയ്യാ. സാർ ബാത്റൂമിലാണോ? ആ, അവൻ ബാത്റൂമിൽ തന്നെയാ ഈടെയായിട്ട്. ആർക്കെങ്കിലും കാണണമെങ്കിൽ ബാത്റൂമിൽ പോയി കാണണം. നിങ്ങൾക്കും കാണണമെങ്കിൽ ബാത്റൂമിൽ ചെന്ന് കണ്ടോളൂ. എക്സ്ക്യൂസ് മീ, ഒരു സെക്കൻഡ് ഇവിടെ വാ. വാട്ട്സ് റോങ് വിത്ത് യു? എന്താ ഇത്ര ദേഷ്യത്തില്? ഏട്ടനുമായിട്ട് വഴക്കിട്ടാണോ വരുന്നത്? നീ ഷെർവാണി ട്രൈ ചെയ്യാനല്ലേ പോയത്, പിന്നെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്റെ മൂഡ് തീരെ ശരിയല്ല. എന്റെ മൂഡ് കേടായതിന്റെ കാരണം അത് ആ അബിയും പ്രിയയും കാരണം തന്നെയാ. പ്രിയ ഏട്ടനൊപ്പം മുകളിലുണ്ട്, മുറിയില്ല. മുറിയിലാണെങ്കിൽ എനിക്ക് ഇത്രയും ദേഷ്യം വരില്ലായിരുന്നു. പക്ഷെ പ്രിയ അബിയുടെ ബാത്റൂമിലായിരുന്നു, അതും അബിയുടെ കൂടെ തന്നെ. വാട്ട്? അവള് ബാത്റൂമിൽ എന്താ ചെയ്യുന്നത്? അത് നീ തന്നെ ചിന്തിച്ചു നോക്ക്. മൈ ഗോഡ്. ഓ, ഇനി അവള് യെസ് ആലിയ, ഞാനും ഇതറിഞ്ഞപ്പോ വളരെ ഷോക്ക്ഡ് ആയിരുന്നു. അവനോട് അത് തന്നെ ഞാനും ചോദിച്ചത്, രണ്ടുപേരും എന്താ ചെയ്തെന്ന്. എന്നിട്ട് ഏട്ടൻ എന്താ പറഞ്ഞേ? ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങി. അബി ബാത്റൂമിൽ കുളിക്കായിരുന്നു, പിന്നെ പ്രിയ അച്ഛമ്മയാണ് അവിടേക്ക് പറഞ്ഞയച്ചത്. അച്ഛമ്മയാണോ അയച്ചത്? അതെ, അച്ഛമ്മ അവിടെ വന്നിരുന്നു. അച്ഛമ്മ ചോദിച്ചപ്പോ അബി മറുപടി പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോ പ്രിയയും പറഞ്ഞു. അവര് രണ്ടുപേരും കൂടി ഞങ്ങളെ
ഞങ്ങൾ അവിടെ മണ്ടിമാരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നതും അച്ഛമ്മ അവർക്കൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു എന്നാ. കാരണം അഭിയും പ്രിയും പുറത്തു വന്നപ്പോ അച്ഛമ്മ ചിരിക്കായിരുന്നു. ദേഷ്യം തീരെ തോന്നിയില്ല. എനിക്ക് നല്ല ദേഷ്യം വന്നു. ആ ദേഷ്യത്തിൽ പ്രിയക്ക് രണ്ടെണ്ണം പൊട്ടിക്കാനാ തോന്നിയേ. അടി കൊടുക്കാതെ തന്നെ അടി കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. നിന്നെ സമ്മതിച്ചേ പറ്റൂ പ്രിയ. ഹ, നീ ശരിക്കും ബുദ്ധിശാലിയാ. സെക്രട്ടറി ജോലിയിൽ നിനക്ക് വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും ലുക്ക് അറ്റ് ദിസ് തനു. ഇതുപോലുള്ള വൃത്തികെട്ട ജോലികൾ ചെയ്യാൻ നിനക്ക് നന്നായിട്ട് അറിയാം. ആദ്യം വീട്, പിന്നെ ബെഡ്റൂം, ഇപ്പൊ നേരെ ബാത്റൂം. അൺബിലീവബിൾ. എപ്പോഴും വലിയ വലിയ കാര്യങ്ങളൊക്കെയല്ലേ സർലാൻഡി പറയാറുള്ളത്. എന്റെ മകള് ശുദ്ധയാണ്, നേരായ രീതിയിലെ ചിന്തിക്കൂ, സംസ്കാരമുള്ളവളാണ് എന്ന് പറഞ്ഞിട്ട് അവര് സംസ്കാരം പഠിപ്പിക്കാൻ മറന്നതാണോ അതോ നീ അനുസരിക്കാൻ മറന്നുപോയതാണോ? നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ഏട്ടൻ നിനക്ക് അന്യനാണെന്നുള്ള കാര്യം. ഏട്ടന്റെ വിവാഹം തനുവിനൊപ്പം നടക്കുന്നേ, എന്നിട്ട് നീ ഏട്ടനൊപ്പം അല്പം പോലും നാണമില്ലേ നിനക്ക്? അന്യനായ വ്യക്തിക്കൊപ്പമായിരുന്നെങ്കിൽ നാണക്കേട് തോന്നണമായിരുന്നു. ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പമായിരുന്നു. ഏട്ടൻ നിന്റെ ഭർത്താവല്ല, അദ്ദേഹം തനുവിന്റെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയാ. വലിയ വലിയ കാര്യങ്ങളല്ലേ എപ്പോഴും പറയുന്നത്. തനു വൃത്തികെട്ടവളാണ്, വൃത്തികെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ശരി, സമ്മതിച്ചു, അവള് വൃത്തികെട്ടവളാ. പക്ഷെ നീ അവളെക്കാളും വൃത്തികെട്ടവളാ. ഒരു മിനിറ്റ്. നീ എന്നെ ഇൻസൾട്ട് ചെയ്യാണോ അതോ എന്നെ? ഒരു സെക്കൻഡ്, ഞാൻ അവളെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന. നീ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഹാ, ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? നീ പറഞ്ഞോണ്ടിരുന്നത് തനു വളരെ വൃത്തികെട്ടവളാണെന്ന്. അല്ല, നീ വൃത്തികെട്ടവളാണെന്ന്. എന്നെ കുറ്റപ്പെടുത്താനാണെങ്കിൽ കൂടി, പക്ഷെ നീ അത് അക്സെപ്റ്റ് ചെയ്തു. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വളരെ വൃത്തികെട്ടവളാണെന്ന്. പിന്നെ വൃത്തികേട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇവിടെ വൃത്തികേട് ചെയ്തത് തനു തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഭാര്യയും ഭർത്താവും പ്രൈവറ്റ് മൊമെന്റ്സ് ഷെയർ ചെയ്യുമ്പോൾ അവിടേക്ക് എത്തി നോക്കാൻ പാടില്ലല്ലോ. നിന്റെ ഈ പ്രൈവറ്റ് മൊമെന്റ്സിനെ പറ്റിയുള്ള സ്വപ്നങ്ങളുണ്ടല്ലോ, അത് വെറും സ്വപ്നങ്ങളായി തന്നെ ഇരിക്കട്ടെ പ്രിയ. അതാ നല്ലത്. കാരണം റിയാലിറ്റിയിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. റിയാലിറ്റി എന്താണെന്ന് വെച്ചാ, നാളെ തനുവിന്റെയും ഏട്ടന്റെയും ഹൽദി ഫംഗ്ഷനാ. അത് കഴിഞ്ഞാൽ അവരുടെ കല്യാണം. ഇൻ 6 days they are gonna get married. ചടങ്ങുകളൊക്കെ എന്തായാലും നടക്കണം. ഇവൾക്ക് ചടങ്ങുകളുടെ ആവശ്യമുണ്ട്. എന്തിനാന്നറിയോ? ഇപ്പൊ ബാത്റൂമിൽ നടന്ന സീൻ കണ്ടിട്ട് ഇവൾക്ക് മുറിവുണ്ടായല്ലോ. ആ മുറിവ് ഉണക്കാൻ വേണ്ടി. 6 ദിവസം കഴിഞ്ഞാലേ ഇവളുടെ കല്യാണമല്ല, ശരിക്കും ഇവളുടെ നാശമാ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ എന്താ നീ ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ നടക്കാൻ പോകുന്നതിന്റെ ഡെമോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്വയം കണ്ടിട്ടാ ഇപ്പൊ വരുന്നത്. ഡെമോ കാണാൻ പോകുന്നത് നീയാ. എന്റെ അബിയുടെയും കല്യാണം കാണും. അത് മാത്രമല്ല, എന്റെ മമ്മി വരുന്നുണ്ട് ഹൽദി നടത്താൻ വേണ്ടി. നിന്റെ മമ്മിയല്ല, നിന്റെ ഹോൾ ഫാമിലി തന്നെ വന്നോട്ടെ. പക്ഷെ കല്യാണം നടക്കാൻ പോകുന്നില്ല. ചാലഞ്ച് ചെയ്യണം. ചാലഞ്ചായിട്ടോ ഭീഷണിയായിട്ടോ എന്ത് വേണമെങ്കിലും കരുതാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം. നിന്റെ സ്വപ്നമില്ലേ കല്യാണ വധുവായിട്ട് ഒരുങ്ങി നിൽക്കുക എന്നുള്ളത്? അതെന്തായാലും നടക്കും. പക്ഷേ അദ്ദേഹം കെട്ടുന്ന താലിയും സിന്ദൂരവും അതൊരിക്കലും നിന്റേതാകില്ല. പിന്നെ അവർ ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നു. എനിക്കത് കണ്ടപ്പോ സന്തോഷം തോന്നി, ശരിക്കും സന്തോഷം. എന്റെ മനസ്സിൽ അപ്പൊ തോന്നിയത് രണ്ടുപേർക്ക് ആരതി ഒഴിയണമെന്നാ. പിന്നെ ആ തനുവിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. നിർത്താതെ ശ്വാസം എടുക്കുകയായിരുന്നു അവൾ. കണ്ടാൽ ശരിക്കും പാമ്പ് ചീറ്റുന്നത് പോലെ തന്നെ. പിന്നെ എന്താ സംഭവിച്ചേ? പിന്നെന്താ, ഉടനെ തിരിഞ്ഞ് അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഇതെന്താ ചേച്ചി, സ്വയം ലൈവ് ഷോ കണ്ടിട്ട് വന്ന് റേഡിയോ പ്രോഗ്രാം ചെയ്യാണോ? ആ സീൻ കണ്ടപ്പോ തന്നെ എന്നെ അങ്ങോട്ട് വിളിക്കണ്ടായിരുന്നോ? എനിക്ക് ആ സമയം ആ കാട്ടുപൂച്ചയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. നിനക്ക് കാലുവേദനയായിരുന്നില്ലേ? അതൊക്കെ വിട് ചേച്ചി. ആ സീൻ കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ, വർഷങ്ങളായിട്ടുള്ള എന്റെ മുട്ടുവേദന വരെ മാറിയേനെ. പിന്നെയാണോ ഈ കാലിന്റെ കാര്യം? അയ്യോ, എനിക്ക് കേട്ടപ്പോ തന്നെ ഭയങ്കര രസം തോന്നുന്നു. അപ്പൊ നേരിട്ട് കണ്ടെങ്കിൽ എന്ത് സന്തോഷായേനെ. ചേച്ചി, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ അവരുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേനെ. എന്നിട്ട് ആ ഫോട്ടോ ഒരു പോസ്റ്ററാക്കി എന്റെ റൂമിലെ ചുമരിൽ ഞാൻ ഒട്ടിച്ചു വെച്ചേനെ. ആ എന്നിട്ട് എന്തിനാ? അല്ല, എന്നിട്ട് എന്താണെന്നോ, എന്നും രാവിലെ എണീച്ച് അവരുടെ മുഖം നോക്കും. എന്നിട്ട് ഞാൻ പൊട്ടിച്ചിരിക്കും. അപ്പൊ എന്റെ ആയുസും കൂടുമല്ലോ.
ഡോൺ വെറി ആന്റി, ആയുസ് കൂട്ടാനുള്ള ഒരുപാട് വഴികളുണ്ട്. ആ തനുണ്ടല്ലോ, കല്യാണത്തിന് വേണ്ടി വധുവിന്റെ വേഷം അണിങ്ങിട്ട് അത് നടക്കാതിരിക്കുന്നത് ഒരു വഴിയാ. ഇന്ന് പ്രിയയ്ക്ക് സംസാരിക്കാനുള്ള അവസരം നൽകിയല്ലോ. പറയാനല്ലേ അവസരം നൽകിയത്, ഒന്നും ചെയ്യാനുള്ള അവസരം നൽകിയില്ലല്ലോ. ആ പാവം ഒന്ന് അഹങ്കരിച്ചോട്ടെ തനു. 6 ദിവസത്തിനകം നിന്റെയും ഏട്ടന്റെയും കല്യാണം കഴിയുമ്പോ അവളുടെ അഹങ്കാരം താനേ ഇല്ലാതാകും. ഏട്ടൻ വന്നു. കമോൺ. നീ പൊയ്ക്കോ, എനിക്ക് അബിയോടൊന്നും സംസാരിക്കണ്ട. സ്വീറ്റ് ഹാർട്ട്, നിന്റെ ഈ ദേഷ്യം ഉണ്ടല്ലോ അതങ്ങ് മാറ്റിവെക്ക്. അടുത്ത ഇനി പുതിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്ലീസ് 6 ദിവസം വരെ നീ ഒന്ന് ക്ഷമിക്ക്. കല്യാണത്തിന് ശേഷം എത്ര ദേഷ്യം വേണമെങ്കിലും കാണിച്ചോ. വാവ് ഏട്ടാ, ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. You know what? This is really suiting you. തനു, തനു, വാ. This is the best dress you ever had. വളരെ നന്നായിട്ടുണ്ട് അല്ലേ തനു? റൈറ്റ്. ഐ മീൻ, ഞാൻ വളരെ ദേഷ്യത്തിലായിരുന്നു. ബട്ട് ഈ ഷെർവാണി കണ്ടപ്പോ എന്റെ ദേഷ്യം മുഴുവൻ പോയി. എക്സാക്ട്ലി. അറിയോ ഏട്ടാ, നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഈ ടൗണിലെ തന്നെ ബെസ്റ്റ് കപ്പിൾസ്. ബട്ട് യു നോ വാട്ട്, കല്യാണത്തിന് ഏട്ടൻ ഈ ഷോവാണി ധരിക്കണം, തനു അവളുടെ വെഡിങ് ഡ്രസ് ധരിക്കും. യു ബോത്ത് ആർ ഗോണ ബി ലൈക്ക് മോസ്റ്റ് ഹാപ്പനിങ് കപ്പിൾ ഇൻ ദ കൺട്രി. അല്ല, കൺട്രിയിലല്ല, എൻറ്റയർ വേൾഡ്. അങ്ങനെയല്ലേ ഋതിക്? യെസ് മാം, ഒബ്വിയസ്ലി. കറക്റ്റ്. സോ why don't you take a look then? ഒരു മിനിറ്റ്. ഏട്ടാ, how's it? എനിക്ക് ഈ ഷെർവാണി അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ഏട്ടാ? ഏട്ടനല്ലേ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത് വരുത്തിച്ചത്, എന്നിട്ട് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ലെന്നോ? എന്താ ഇത് ഏട്ടാ, എന്ത് പ്രോബ്ലം? പ്രോബ്ലം ഫിറ്റിങ്ങില്ല. അതുകൊണ്ട് എനിക്ക് തീരെ ഇതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഓ ഋതിക്, ഇതൊന്ന് നോക്ക്. നോക്കാം മാം. ഇപ്പൊ ഓക്കെ അല്ലേ ഏട്ടാ? ഇവിടെ കുറച്ച് ലൂസ് ആകും, കൈ കുറച്ചുകൂടെ നീളം ഉണ്ടാവും. ആൻഡ് ദെൻ പെർഫെക്റ്റ് കോസ്റ്റ്യൂം ഫോർ ദ വെഡിങ്. വാട്ട് യു സേ? ഇതിൽ ശരിക്കും എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് അങ്ങോട്ട് കംഫോർട്ട് ആവുന്നില്ല. അതുമല്ല, ഈ കളറ്. കളറോ? ഐ ഡോണ്ട് ലൈക്ക് ദ കളർ. ഏട്ടാ, what are you talking about? Now I know എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സസിനെ പറ്റി അധികം സെൻസ് ഇല്ല. പക്ഷെ എൻ്റെ ഒരു അറിവ് വെച്ച് വെഡിങ് ആവശ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കളറല്ലേ ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് കളർ ഇസ് റിയലി സ്യൂട്ടിങ് യു. പിന്നെന്താ ഏട്ടൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടാ. നീ പറഞ്ഞ പോലെ ഇത് വെഡിങ് കളർ തന്നെയാ, പക്ഷെ ഫാബ്രിക്, എനിക്ക് ഫാബ്രിക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അബി, നീ ഈ ഡ്രസ് വരുത്തിച്ച ഡിസൈനർ ഇല്ലേ, അവര് ബെസ്റ്റ് ഫാബ്രിക് ആണ് ഉപയോഗിക്കുന്നത്. ചീപ്പ് ഫാബ്രിക് ഒന്നും ഉപയോഗിക്കാറില്ല. ഇതിനേക്കാൾ ബെസ്റ്റ് ഫാബ്രിക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. എക്സാക്ട്ലി, ഇറ്റ്സ് ഇറ്റാലിയൻ ഏട്ടാ, ബെസ്റ്റ് ആണ്. എന്താ പ്രോബ്ലം ഏട്ടാ? ഫാബ്രിക് ശരിക്കും ടോപ്പ് ക്ലാസ്. ഐ മീൻ, കളർ ഇസ് റിയലി സ്യൂട്ടിങ് യു. ഫിറ്റിംഗ് അവൻ ശരിയാക്കി തരും. അപ്പൊ അവൻ പറയുന്നത് കേട്ടില്ലേ? സോ വേർ ഇസ് ദ പ്രോബ്ലം? റെഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. ഈ ഡ്രസ്സ് വേണ്ടാന്ന് വെക്കുന്നതിൽ ഇപ്പൊ എന്താ കുഴപ്പം? നീ അവിടെ കിടന്ന് കൈയും കാലും കാണിക്കാതെ ഇങ്ങോട്ട് വരാൻ നോക്ക്. ഇങ്ങോട്ട് വന്ന് സജഷൻ പറ. ബലൂണേ, ആക്ച്വലി ഈ ഷെർവാണിയില് ഒരു സ്പെഷ്യൽ കാര്യമില്ല. ആ സ്പെഷ്യൽ കാര്യം ഇല്ലാന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറ. കളറാണോ, ഫിറ്റ് ആണോ, അതോ ഫാബ്രിക് ആണോ? ഇല്ല, സാറിനത് മനസ്സിലാവില്ല. നോക്കൂ, സാറിന്റെ കല്യാണം നടക്കുന്ന ദിവസം സാറിനെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കണം. അതായത് അവിടെ വന്നിരിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും സാറിനോടൊരു ഇഷ്ടം തോന്നണം. എല്ലാവർക്കും തോന്നണം അവരെല്ലാം സാറിന്റെ വധുവായിരുന്നെങ്കിലെന്ന്. അവരിൽ ഒരാളായി ഞാൻ പറയുന്ന സാറ് കേൾക്കണം. ഒരുപക്ഷെ
നമ്മുടെ കല്യാണമാണ് നടക്കുന്നതെങ്കിൽ അന്ന് സാർ ഇങ്ങനൊരു ഷെർവാണി ഇട്ടാൽ അത് അത്ര ഭംഗിയുണ്ടാവില്ല. ആ പക്ഷെ കല്യാണം നിന്റെ അല്ല എന്റെ അബിയുടെ നടക്കാൻ പോകുന്നേ. ഒരു എക്സാമ്പിൾ പറഞ്ഞതല്ലേ അവള്. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? കണ്ടിന്യൂ കണ്ടിന്യൂ. കഴിഞ്ഞോ? ഓക്കെ, ഞാൻ പറയാം. അത് ഒരു പക്ഷേ നമ്മുടെ കല്യാണമാണ് നടന്നിരുന്നെങ്കിലേ നീ എന്നെ ഏത് ഷെർവാണി ഇട്ട് കാണാൻ ആഗ്രഹിക്കുമായിരുന്നു? ഞാൻ ഉദ്ദേശിച്ചത് നീ ഇപ്പോൾ പറയുവാണെങ്കിൽ അതുപോലെ പുള്ളിക്കാരൻ ഡിസൈൻ ചെയ്യും അല്ലേ? വേണ്ട, അതിന് അയാളെ ബുദ്ധിമുട്ടിക്കണ്ട. അങ്ങനെ ഒരു ഷെർവാണി ഓൾറെഡി സാറിനുണ്ട്. ഓൾറെഡി ഉണ്ടെന്ന് വെച്ചാ? എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവരാം. ഒരു മിനിറ്റ്. ഇതാണ് ആ ഷെർവാണി. ഇതിൽ നിങ്ങളെ കാണാൻ വളരെ സുന്ദരനാ. കാരണം ഈ ഷെർവാണി ധരിച്ച നിങ്ങൾ എന്നെ വധുവായി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്